ഹായ്. ഇന്ന് നമുക്ക് മത്തനും പിന്നെ പയറും കൂട്ടിയിട്ട് ഒരു കറിയാക്കിയാൽ നമ്മൾ മത്തൻ പൂരത്തിനും അങ്ങനെയല്ലേ വെക്കില്ലോ അമ്പലത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പം അടുക്കെല്ലാം വെക്കുന്നുണ്ടാവും. പക്ഷേ ഈ ചുവന്ന പയറും മത്തനും കൂട്ടി നല്ല തേങ്ങ അരച്ചിട്ട് ജീരകമെല്ലാം അരച്ചിട്ട് നല്ല അടിപൊളി കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മോക്കെല്ലാം ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ മോള് അവിടെ ജോലീൻ്റെ അടുത്ത് താമസിക്കുന്നിടത്തെല്ലാം ഇതന്നെ ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനൊന്നും വേണ്ട. ഇത് ആദ്യം വേവിക്കാം. നമുക്ക് സ്റ്റവ് കത്തിക്കാം. എന്നിട്ട് കുക്കർ വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്കാദ്യം പയറിട്ട് കൊടുക്കാം. പയർ രാത്രിയിൽ കുതിർത്തിട്ട് വെച്ച പയർ, ചുവന്ന പയർ. പിന്നെ ചെറുപയറിട്ടിട്ടും ചെയ്താലും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. മത്തൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇതാ വേവിക്കാൻ കറക്റ്റായിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒന്ന് വെന്തിട്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. ഉപ്പ് ഒരു സ്പൂൺ തന്നെ ഇട്ടോ. അതാ ഒരു സ്പൂൺ ഉപ്പ് തന്നെ ഇട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി അര സ്പൂണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കി ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസില് പെട്ടെന്ന് ചിരങ്ങ പെട്ടെന്ന് വേവും. പയറ് വേവണമല്ലോ, അതുകൊണ്ട് 3 വിസില് നമുക്കിത് ഓഫാക്കാം. ഇനി മൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഓഫാക്കി വെക്കാം. 3 വിസിലാകുമ്പോൾ ഓഫാക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് അരപ്പാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് തേങ്ങ. കുറച്ച് തേങ്ങ മതി. ലേശം ഒരു അരമുറിയുടെ ഫുള്ളൊന്നും വേണ്ട. മിക്സിയിലിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇതിൻ്റെ കൂടെ. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇത് ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ ഉള്ളി. ഇതിപ്പോൾ ചെറിയ ഉള്ളിയില്ല, അത് എൻ്റെ കയ്യിലില്ലതുകൊണ്ട് ഒരു 3-4 ഇട്ട് കൊടുത്തിന്. പിന്നെ മറ്റേത് 2 ഉള്ളി, ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇതായി ഞാൻ പാത്രത്തിന് തന്നെ വിളിച്ചു നോക്കാം. വെന്തിട്ട് നല്ല മത്തനും പയറും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിൽ ഇനി അരപ്പ് കൂട്ടാം. അരച്ച് വെച്ച അധികം ഉടക്കണമെന്നൊന്നും, ഇതെല്ലാം ഉടയും. നമ്മളിങ്ങനെ ഇളക്കി ആകുമ്പോൾ എല്ലാം ഉടഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട, ഇതിങ്ങനെ മതി. കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇതിന് കട്ടിയായിട്ട് വരും. കട്ടിയായിട്ട് വരും കേട്ടോ. ഞാൻ കാണിക്കാൻ എന്തെല്ലാം വേണ്ടതെന്ന്. ഒന്ന് നന്നായിട്ട് തിളക്കട്ട്. അതിന് മുമ്പേ നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഒരു 4 ഇത്രയും ഉണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വെക്കാം. തിളക്കട്ടെ നല്ല വൃത്തിക്ക്. അടച്ചു വെക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് കുറുകിയും വന്നു. മത്തനെല്ലാം ഒടിഞ്ഞതാ, ഒടിഞ്ഞ് നല്ല കളറായി. മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കളർ. ഇങ്ങനത്തെ കളറാണ്. മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും, വേറൊരു ടേസ്റ്റ് ആവും. പച്ചമുളക് തന്നെ ചേർക്കണം.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ വറവല്ലേ ഞാൻ പറഞ്ഞിട്ടേ പ്രധാനം. ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് വെക്കാം. വറുത്തിടുന്നത് എന്തെല്ലാം കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉണക്കമുളക്, പിന്നെ ഉഴുന്ന്, കുറച്ച് പച്ചരി, അരി അല്ലെങ്കിൽ പുഴുങ്ങില്ലേ, ഞാനിത് നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തത് കേട്ടോ. പിന്നെ വേണ്ടത് ഇതാ തേങ്ങ വേണം, ഇത്ര പോലെ തേങ്ങ വറുത്തിടാൻ തേങ്ങ വേണം. പിന്നെ ഉള്ളി, കടുക്, ഇത്രയെല്ലാം നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. വറുത്തിടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കുറച്ചൊരു 3 സ്പൂണ് വേണ്ടി വരും. ഇത് തേങ്ങയെല്ലാം നമുക്ക് കായ്ക്കണ്ടല്ലേ. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്നും അരിയും ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടുമല്ലോ എന്തായാലും. അപ്പോഴത്തേക്ക് ഉഴുന്നും അരിയും ഇട്ടാ. അത് പൊട്ടുമ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടുന്നുണ്ട്, നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. തേങ്ങ നന്നായിട്ട് മൂക്കണം. അപ്പോൾ ഉള്ളി മൂക്കും. തേങ്ങ മൂക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ളി മൂക്കും. ഓ സോറി, ക്യാമറ ഓണായിട്ട് കേട്ടോ കറിയിലേക്ക് തട്ടുന്നത്. ഇതാ ഞാനിപ്പോൾ എല്ലാ കറിയിൽ അതിൻ്റെ ഇതെല്ലാം തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതാ അയ്യോ ക്യാമറ ഓണായിട്ടുണ്ടായിട്ട. അടിപൊളി മത്തനും പയറും കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പറായിട്ടേ. ക്യാമറ ഓഫായിട്ടുണ്ടായി, ഞാൻ ശ്രദ്ധിച്ചിട്ട. അപ്പം എല്ലാവരും നമുക്ക് ട്രൈ ചെയ്യണം. എന്തായാലും ഇഷ്ടമാവും ഇത്. ഈ കറി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മത്തൻ കറി പണ്ടെല്ലാം പൂരത്തിനല്ലേ ഉണ്ടാക്കലിത്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ ഇപ്പം മത്തൻ വറവെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. അടിപൊളിയായിട്ടില്ലേ മത്തൻ കറി. എല്ലാം ഉപ്പും എരിവെല്ലാം, അവന് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാവും. ചോറിനും ഒക്കെ, പിന്നെ ദോശക്കും ചപ്പാത്തിക്കെല്ലാം കഴിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.